ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. തായൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് റോസ്റ്റാണ്, റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബീഫ് റോസ്റ്റ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഒന്ന് നോക്കുക. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ചാനലാണ്, സബ്സ്ക്രൈബ് ഒന്നും ആയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ. ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് കുക്കറിൽ ആണ് വേവിക്കേണ്ടത്. അപ്പോൾ കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 മീഡിയം സൈസ് സബോള, പിന്നെ ഒരു 8 ചെറിയ അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചോപ്പ് ചെയ്തത്, ഇതൊക്കെ ചതച്ചതാണ് കേട്ടോ. വെളുത്തുള്ളി, പച്ചമുളക് കീറിയിട്ടിട്ടുള്ളൂ. പിന്നെ കറിവേപ്പില, 1 തണ്ട് കറിവേപ്പില, കൂടെ 2-3 ചെറിയ കഷ്ണം പട്ട, 4 ഏലക്കായ്, ഒരു 6 ലോങ് എന്ന് പറഞ്ഞാൽ ഗ്രാമ്പൂ, കരയാമ്പൂവ്, കുറച്ച് ഈ പെരുംജീരകം ഇടുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 ഗ്ലാസ് വെള്ളം, 1 ഗ്ലാസ് വെള്ളം, 1 സ്പൂണ് ഉപ്പ്. ഇത് നന്നായി മിക്സ് ചെയ്യണം. ഇത് കഴുകി വാരച്ചിട്ട് കുറച്ച് സമയം അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ചത്. അല്ലെങ്കിൽ വെള്ളം ഒഴിക്കില്ല, ആ ഇറച്ചിയിലുള്ള വെള്ളം തന്നെ മതിയാവും. പിന്നെ അതിൽ വെള്ളം ഒഴിച്ചിട്ടും ആ വെള്ളമൊക്കെ ഇറച്ചി കുടിക്കുകയാണ് ചെയ്തത്. ഇതിൽ വെള്ളം കാണാനില്ല. ഫസ്റ്റ് വിസിൽ വന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ചെയ്യൽ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഓഫ് ചെയ്ത്, ഇനി ഇപ്പോൾ അത് ഓഫ് ചെയ്തിട്ടൊരു 10-20 മിനിറ്റ് ആയിട്ടുണ്ടാവും. അപ്പം തുറന്ന് നോക്കാം. ഇത് വെള്ളമൊക്കെ വറ്റിയിരിക്കണ്, വെള്ളമൊന്നുമില്ല അതിൽ. ഇനി അത് ഞാൻ വിറകടുപ്പിൻ്റെ മുകളിലാണ് റോസ്റ്റ് ചെയ്യണത്. ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലാണ് ഞാൻ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത് ചുവന്നുള്ളിയാണ്, ചെറിയ ഉള്ളി. ഇത് 1/4 കിലോ ചുവന്നുള്ളി ഉണ്ട്. ഒരു 25-30 ചുവന്നുള്ളി ഉണ്ടാവും. അടുത്തത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതാണ്, ചെറുതാക്കി അരിഞ്ഞത്. അതിൻ്റെ കൂടെ 2 തണ്ട് കറിവേപ്പില അരിഞ്ഞത് ചെറുതായി ഒന്ന് അരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട, ഈ മസാലകൾക്ക് വേണ്ട ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ബ്രൗൺ കളറായി വരണം. അപ്പോൾ നമുക്ക് കുറച്ച് മസാല നമ്മൾ ഇറച്ചി വെക്കുമ്പോൾ മസാലകളൊന്നും ആഡ് ചെയ്തിട്ടില്ല. മല്ലിപ്പൊടി, മുളകും പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് കുരുമുളകൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് നമുക്കിതൊന്ന് ഒന്നുകൂടി പച്ചമണമൊക്കെ മാറി ഏകദേശം റോസ്റ്റായി വരുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം.
ഏകദേശം ബ്രൗൺ കളർ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരിയാണ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതൊന്ന് മിക്സ് ആക്കുക. ചട്ടി നല്ല ചൂടുണ്ട്. അധികം നേരം ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മസാല കരിഞ്ഞു പോകും. ചൂടുള്ളതുകൊണ്ട് വിറകടുപ്പായതുകൊണ്ട് നമുക്ക് തീ കുറക്കാൻ പ്രയാസമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇറക്കി കൊടുക്കാം. ഏകദേശം റോസ്റ്റ് ആവാറായി. ഇപ്പം നമുക്ക് ഉപ്പ് കറക്റ്റ് ചെയ്യാം. ഉപ്പ് കറക്റ്റാണ്. ഒരു സ്വല്പം കൂടി ഇട്ട് കൊടുക്കണം. ഇത് എല്ലാത്തിൽക്കും പറ്റും. പൊറോട്ട, ചപ്പാത്തി, ചോറ്, നെയ്ച്ചോറ്, എല്ലാത്തിൽക്കും ഇത് സൂട്ടാണ്. വളരെ ടേസ്റ്റിയാണ്. കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കുക. ഇളക്കുന്നതിനനുസരിച്ച് ഇത് ടേസ്റ്റ് കൂടുക ചെയ്യുക. അപ്പോൾ ഇത് റെഡി ആയിരിക്കണം. നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ മൂടിയിടുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് സെർവ് ചെയ്താൽ മതി. അടുപ്പത്ത് നിന്ന് ഇറക്കുക. അടുപ്പത്ത് നിന്ന് ഈ സമയത്ത് ഇറക്കുക. അപ്പോൾ ബീഫ് റോസ്റ്റ്, റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ബീഫ് റോസ്റ്റ് റെഡിയാണ്. നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യണത്, റെസ്റ്റോറൻറ്റിലൊക്കെ ഓയിലാണ് യൂസ് ചെയ്യുള്ളൂ. ഇത് നെയ്യിലും ഉണ്ടാക്കാം കേട്ടോ. ഇത് സെർവ് ചെയ്യാം. ഇനി ഇത് സെർവ് ചെയ്യാം. സെർവ് ചെയ്യാണ്. മല്ലിച്ചപ്പൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഓപ്ഷനിലാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.